നമസ്കാരം. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനൊരുങ്ങുന്ന ഡൽഹിയിലെ കർത്തവ്യപഥിൽ ഇക്കുറി പ്രത്യേക ആവേശം അലതല്ലുകയാണ്. 2025 മെയ് മാസത്തിൽ അതിർത്തിക്കപ്പുറം ഭീകരവാദത്തിൻ്റെ വേരുകൾ പിഴുതെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക ദൗത്യത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഒരുക്കുന്ന സിന്ദൂർ ഫോർമേഷനാണ് ഇത്തവണത്തെ ഫ്ലൈപാസ്റ്റിലെ പ്രധാന താരം. രാജ്യത്തിൻ്റെ ആകാശക്കരുത്തും പ്രതിരോധ മികവും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതുന്ന മുഹൂർത്തമാണിത്. ആകെ 29 വിമാനങ്ങൾ പങ്കെടുക്കുന്ന വ്യോമാഭ്യാസത്തിൽ സിന്ദൂർ ഫോർമേഷൻ ശ്രദ്ധേയമാകുന്നത് അതിൻ്റെ ഘടന കൊണ്ടാണ്. യുദ്ധക്കളത്തിലെ യഥാർത്ഥ പോരാളികൾ തന്നെയാണ് ഇവിടെയും അണിനിരക്കുന്നത്. 2 റഫാൽ യുദ്ധവിമാനങ്ങൾ, 2 സുഖോയ് 30 MKI, 2 MiG-29, പിന്നെ കണിശമായ ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഒരു ജാഗ്വാർ വിമാനം. ഇതാണ് ഈ 7 യുദ്ധവിമാനങ്ങളുടെ കരുത്തുറ്റ കൂട്ടായ്മ. കേവലം ഒരു പ്രദർശനത്തിനപ്പുറം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ സേന ശത്രുപാളയത്തിൽ പ്രയോഗിച്ച അതേ യുദ്ധതന്ത്രമാണ് ഈ ഫോർമേഷനിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ? 2025 ഏപ്രിലിൽ പഹൽഗാമിൽ 26 നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഈ ദൗത്യം. മെയ് 7 മുതൽ 10 വരെ നീണ്ടുനിന്ന തീവ്രമായ പോരാട്ടം. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും വെറും 23 മിനിറ്റിനുള്ളിൽ 100-ലധികം ഭീകരവാദികളെയും 9 ഭീകര ക്യാമ്പുകളും നിഷ്പ്രഭമാക്കി. മുസാഫറാബാദ് മുതൽ ബഹവൽപൂർ വരെയുള്ള ഭീകരത്താവളങ്ങളെ തകർത്തെറിഞ്ഞ ഈ ദൗത്യം ഇന്ത്യയുടെ നോൺ കോണ്ടാക്ട് വാർഫെയർ ശേഷിയുടെ തെളിവായിരുന്നു. ഇക്കുറി റിപ്പബ്ലിക് ദിനത്തിൽ വെറുമൊരു പ്രദർശനത്തിന് പകരം ബാറ്റിൽ അറേ മാതൃകയിലാണ് സേന നീങ്ങുന്നത്. അതായത് ഒരു യഥാർത്ഥ യുദ്ധമുഖത്ത് വിമാനങ്ങൾ എങ്ങനെയാണോ വിന്യസിക്കപ്പെടുന്നത്, അതേ രീതിയിൽ കർത്തവ്യപഥിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇവ പറന്നിറങ്ങും. കരസേനയുടെ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയനും ആധുനിക ഡ്രോൺ വിദ്യകളും പരേഡിന് മാറ്റുകൂട്ടും. ഡൽഹിയിലെ സുരക്ഷയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്മാർട്ട് ഗ്ലാസുകളും ആദ്യമായി സൈന്യം ഉപയോഗിക്കുന്നു എന്നത് ഈ വർഷത്തെ മറ്റൊരു സവിശേഷതയാണ്. ഭാരതത്തിൻ്റെ അഭിമാനമുയർത്തിയ ധീരരായ പൈലറ്റുമാർക്കും സൈനികർക്കുമുള്ള സമർപ്പണമാണ് ഈ സിന്ദൂർ ഫോർമേഷൻ. ആകാശത്തുയരുന്ന ഈ ലോഹപ്പക്ഷികൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയെ തൊടാൻ ശ്രമിക്കുന്നവർക്ക് മറുപടി ആകാശത്തു നിന്നുള്ള ഇടിയേറ്റുവാങ്ങലായിരിക്കും. വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ട് നമുക്കും കാത്തിരിക്കാം ആ ഗംഭീരമായ ആകാശക്കാഴ്ചയ്ക്കായി. ജയ് ഹിന്ദ്.